32 അധ്യായം 11 വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധേയം തിരിക്കാം. Deuteronomy chapter 32 verses 11. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ ആമേൻ തൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് ആമേൻ. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറക് വിരിച്ച് പറക്കുവാൻ പഠിപ്പിക്കുന്നതിന് 5 വിധത്തിലുള്ളതായ പ്രവർത്തികൾക്കായി കഴുക് ഒരുങ്ങുന്നു. ഒന്നാമത്തേത്, അത് നാളുകളായി തന്റെ പരിശ്രമത്തിൽ കൂടെ, അധ്വാനത്തിൽ കൂടെ, നാളുകളുടെ അധ്വാന ഫലം ഓരോന്നോരോന്നായി ഇളക്കി കളയും. കാക്ക കുഞ്ഞുങ്ങളുടെ കൂട്, പക്ഷികളുടെ കൂടൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. മനുഷ്യൻ ചെയ്യാൻ ആഗ്രഹിച്ചാൽ പോലും ഇത്ര ഭംഗിയായി ചെയ്യാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചു പോകും അളവിൽ ഒരു പക്ഷി നന്നായിട്ട് മനോഹരമായി അത് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. നാളുകളുടെ പ്രയത്നം ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടി കഴുക് പൊളിച്ചു കളയും. കൂട് അനക്കി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും കൂട് അനക്കുകയല്ല, കൂട് പൊളിക്കുക. പക്ഷെ ഈ വിഷയം നമ്മുടെ മനസ്സിലേക്ക് കയറട്ടെ. കഴുകന് തന്റെ അമ്മ ഒരിക്കൽ പഠിപ്പിച്ച അതേ രീതി അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ആ കംഫർട്ട് സോണിൽ നിന്ന് അതിനെ പറിച്ചു കളയുക. ഇത് ഒരിക്കൽ ഒരു കുഞ്ഞായിരുന്നപ്പോ ഇതിന്റെ അമ്മ ഇത് ആയിരുന്ന കംഫർട്ട് സോണിൽ നിന്ന് ഇതിനെ ഇളക്കി വിട്ടതാണ്. നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ഇതിന്റെ അമ്മ ജനിച്ച നാൾ മുതൽ ഇതിനെ നന്നായിട്ട് പരിപാലിച്ചു. ആഹാരം തക്ക സമയത്ത് കൊണ്ടുകൊടുത്തു, വീടുന്നെല്ലാം കൊണ്ടുകൊടുത്തു. പക്ഷെ തള്ളപ്പക്ഷിക്ക് ഒരു ചിന്ത വന്നു, ഇനിയും ഇതിനെ പറക്ക പഠിപ്പിക്കണം. സ്തോത്രം. ഇനിയും ഇതിനെ എന്ത് ചെയ്യണം? പറക്ക പഠിപ്പിക്കണം. പറക്ക പഠിപ്പിക്കണമെന്ന് തള്ളപ്പക്ഷിക്ക് തോന്നിക്കഴിഞ്ഞപ്പോ കംഫർട്ടായിരുന്ന ഈ കൂടിന്റെ ഓരോ ചില്ലികളെ ഇത് തന്നെ ഇളക്കി. എന്നിട്ട് ഉയരങ്ങളിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾ താഴേക്ക് വീഴാൻ അനുവദിച്ചു. ദീർഘിപ്പിക്കുന്നില്ല, മനസ്സിൽ പതിയണം. ഈ ആഴ്ച മുഴുവൻ പോരാ, ജീവായുസ് മുഴുവൻ ഇതുകൾ മനസ്സിൽ കിടക്കണം. ദൈവം തന്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിയിൽ മോശയിൽ കൂടെ ദൈവം പ്രവചനാത്മാവിൽ ജനത്തിന് കൊടുത്തൊരു ദൂതായത്. ഇത് ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും പ്രയോജനമാകേണ്ടതിന് ദൈവം ആഗ്രഹിക്കും. പലപ്പോഴും ദൈവം നമ്മെ നാം ആയിരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് പൊളിക്കുന്നതിന് ദൈവത്തിനൊരു പ്ലാൻ. പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും വിചാരിക്കാത്ത, ഒരിക്കലും ആഗ്രഹിക്കാത്ത നിലവാരത്തിലേക്ക്, പൊളിഞ്ഞു പോകുന്ന അളവിലേക്ക്, സകലതും ഇതോടുകൂടെ നിന്നുപോയി എന്ന് ചിന്തിക്കും അളവിലേക്ക്, എല്ലാം തീർന്നുപോയി എന്ന് പറയും അളവിലേക്ക് കംഫർട്ടിനെ പൊളിക്കുന്ന ഒരു ദൈവം. പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് കംഫർട്ടിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. ദൈവത്തിന് നമ്മോടുള്ള ബന്ധത്തിൽ ദൈവം മറ്റൊന്നുകൂടെ ചെയ്യുന്നു. നമ്മുടെ കംഫർട്ടിനെ താൽക്കാലികമായി ഒന്ന് പൊളിക്കുന്നു. എന്തിനു വേണ്ടി? അടുത്ത ഒരു ഉയർച്ചയുടെ പടി കയറുവാൻ. സ്തോത്രം. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സകലതും തീർന്നുപോയി, ഇതിനപ്പുറം ഇനി ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന, പൊളിയുന്ന കംഫർട്ട് ഇനിയും ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്ന, ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്വസ്ഥത ഇന്ന് തീർന്നു, ഇനിയും ആ സ്വസ്ഥത
കഴിയുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ധൈര്യപ്പെടുത്തുവാനായി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു വചനത്തിൽ കൂടെ നിങ്ങളോട് കാര്യം പറയാം. നിങ്ങളുടെ കംഫർട്ട് സോൺ സ്വർഗം പൊളിച്ചതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളെ പറക്ക പഠിപ്പിക്കണം. അവിടെ തന്നെ നാം നിന്നുപോയാൽ ജീവായുസ് മുഴുവൻ നമ്മൾ അതിനകത്ത് കിടക്കത്തേ ഉള്ളൂ. അതിനകത്തു നിന്ന് പുറത്തു വരുവാൻ നമുക്ക് കഴിയത്തില്ല എന്ന് സ്വർഗത്തിന് അറിയാവുന്നതുകൊണ്ട് ചില നിലവിളിയോടുകൂടെ അവിടെ നിന്ന് സ്വർഗം അത് പൊളിച്ചു മാറ്റുന്നു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം അറിയാം, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിശ്ചയത്തോടുകൂടി അനിവാര്യമായി നിന്റെ മുമ്പിൽ നിൽക്കുന്നു. സ്തോത്രം. കംഫർട്ട് സോൺ സ്വർഗം പൊളിക്കുമ്പോൾ പരാതിപ്പെടേണ്ട, വേദനപ്പെടേണ്ട. ഉള്ളിന്റെ ഉള്ളിൽ വിചാരിച്ചു കൊള്ളുക, എന്നെ പറക്ക പഠിപ്പിക്കുവാൻ സ്വർഗം ഇത് പൊളിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വേഗം വരുമ്പോൾ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് ഒന്നാമത് കൂട് ഇളക്കി, രണ്ടാമത് കുഞ്ഞുങ്ങൾ താഴേക്ക് വീഴുമ്പോൾ ഉയരങ്ങളിൽ കൂട് വയ്ക്കുന്ന കഴുകൻ തന്റെ കുഞ്ഞുങ്ങൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ അതിനൊരു നിലവിളിയുണ്ട്. എന്തിനോട് ഇതെന്തിനോടൊന്ന് കുഞ്ഞുങ്ങൾ മുകളിലേക്ക് നോക്കിയൊരു വിളിയുണ്ട്. സ്തോത്രം. ഇതിൽ കൂടെ ഒരു കാര്യമെന്ന് പറയട്ടെ, കുഞ്ഞുങ്ങൾക്ക് മീൻ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുകളിൽ വീഴുന്ന കുഞ്ഞുങ്ങളോടൊപ്പം പറന്നിറങ്ങുന്ന തള്ളപ്പക്ഷി ഒന്ന് കണ്ടു നോക്കിക്കേ. സ്തോത്രം. ഈ തള്ളപ്പക്ഷി ഇതുപോലെ ഒരു ദിവസം വീണതാഴേക്ക് വീഴുന്നതിന്റെ വേദന തള്ളപ്പക്ഷിക്ക് നന്നായിട്ട് അറിയാം. കുഞ്ഞ് മേലോട്ട് നോക്കി നിലവിളിക്കുക, കൂടെ തള്ളപ്പക്ഷിയും താഴേക്ക് പറന്നിറങ്ങുക. കുഞ്ഞിന്റെ ഒരു നിലവിളി എന്താണെന്ന് അറിയാമോ? ഞാൻ താഴെ വീണ് തകരുവാൻ പോകുന്നത് കാണുവാൻ ചില നിമിഷങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ. എന്റെ തകർച്ച കാണുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? എന്റെ തകർച്ച നിന്റെ കണ്ണിന് മുമ്പിൽ നിന്നിട്ടും നീ മൗനമായിരിക്കുന്നുവോ? ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ടായിരിക്കുന്ന ഒരാളെങ്കിലും ഇന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അതേ അനുഭവത്തിൽ കൂടെ ഉടയവനൊരു നാൾ പോയതാണ്. പാപമൊഴികെ അവൻ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ. നിലവിളി ജീവിതത്തിൽ ഉണ്ടാകും അളവിൽ മനുഷ്യനാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ അവന്റെ ശരീരം ഒരിക്കൽ തകർക്കപ്പെട്ടതാണ്. താനും കാൽവരി ക്രൂശിൽ നിന്നുകൊണ്ട് ഒരിക്കൽ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, പിതാവേ, എന്തിനു നീ എന്നെ കൈവിട്ടു? ഇതേ നിലവിളിയോടുകൂടെ പറന്ന് താഴേക്ക് വീഴുന്ന കുഞ്ഞ് മുകളിലേക്ക് നോക്കി ചോദിക്കുന്നു, നീ ഇത് കാണുന്നില്ലേ? അമ്മ പക്ഷിക്കൊന്നേ പറയാനുള്ളൂ, എനിക്കറിയാം നിന്റെ വേദന. നീ വീണ് തകരുമെന്നുള്ള നിന്റെ വേദന എനിക്കറിയാം. പക്ഷെ നീ വീണ് തകരാൻ ഞാൻ അനുവദിക്കത്തില്ല. സ്തോത്രം. ഉറപ്പിന് വേണ്ടി, ധൈര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ കർത്താവിനെ അറിയാം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിലവിളി നന്നായിട്ട് ദൈവത്തിന് അറിയാം. വളരെ ശാന്തമായിട്ട് പറയട്ടെ, യേശുവിനറിയാം നിലവിളി. എന്നെ ഞാൻ അതുമായിട്ട് ദിവസം ചെയ്തപ്പം തള്ളപ്പക്ഷി താഴേക്ക് ഇറങ്ങുന്നു, കുഞ്ഞുങ്ങള് മോളോട് നോക്കി നടന്നിരിക്കട്ടെ. പ്രാർത്ഥനയിൽ നമ്മൾ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ പലപ്പോഴും ദൈവം പോലും മൗനം പാലിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കാണാം. ജീവിതത്തെ ഏറ്റവും തളർത്തി കളയുന്ന അനുഭവം ഏതാണെന്ന് അറിയാമോ? ദൈവം മൗനം പാലിക്കുക.
സ്തോത്രം, സ്തോത്രം. Praise the Lord. The worst thing ever you could ever face in your life. പ്രസംഗം കേൾക്കാൻ ശ്രദ്ധിക്കും, ദൈവം സംസാരിക്കുന്ന തിരിച്ചറിയത്തില്ല. പ്രാർത്ഥിപ്പാനിരിക്കും, ദൈവം സംസാരിക്കുന്ന തിരിച്ചറിയത്തില്ല. ഒരു പാട്ടിടാമെന്ന് വിചാരിക്കും, പാട്ടിൽ കൂടെ സംസാരിക്കുന്നത് തിരിച്ചറിയാൻ കഴിയത്തില്ല. കുഞ്ഞു മേളിലോട്ട് നോക്കി നിലവിളിക്കുക. അമ്മ ചിലപ്പോൾ ഒന്നും പറയാതെ മൗനമായി താഴേക്ക് കൂടെ പറന്നിറങ്ങുക. ഞാൻ ചില നാളുകൾക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കാര്യം കാണാനിടയായി. The examiner is always silent in the examining hall. ശരിയല്ലേ? The examiner is always silent in the examining hall. സ്തോത്രം. ദൈവം മൗനം പാലിക്കും, ഓർത്തോണം, അവൻ അരികിൽ നിൽപ്പുണ്ട്. ദൈവശബ്ദത്തിന് വേണ്ടി കൊതിക്കുമ്പോഴും അത് കേൾക്കാതെ ഇരിക്കാൻ ചില അനുഭവങ്ങളിൽ കൂടി ദൈവം നടത്തും. ഓർത്തോളം, ദൈവം നിന്നെ കൈവിട്ടതല്ല, ദൈവം നിന്റെ അരികിൽ നിൽപ്പുണ്ട്. He wants to know how you react to that. അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കാണാൻ നിന്റെ അരികിൽ ഒരുവൻ നിൽപ്പുണ്ട്. നീ അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നന്നായി അടുത്ത് കാണാൻ, അടുത്ത് കാണാൻ, അടുത്ത് തന്നെ നിന്ന് നമ്മളെ വാച്ച് ചെയ്യാം. സ്തോത്രം. കൂടെ ഇളക്കി കംഫർട്ടിൽ നിന്ന് പൊളിച്ച് നിലത്ത് വീണ് ചിതറിപ്പോകും എന്ന് വിചാരിക്കും അളവിൽ താഴേക്ക് വീഴുമ്പോൾ കുഞ്ഞുങ്ങളുടെ മുകളിലായി പറന്ന് ശാന്തമായി ഇറങ്ങി വരുന്ന തള്ളപ്പക്ഷി. എന്നാൽ ചില നിമിഷങ്ങൾ മാത്രം തറയിൽ വീണ് മുഴുവനായി ചിന്നിപ്പോകുവാൻ നോക്കുന്ന നിമിഷത്തിൽ അതിന് അല്പം മുൻപായി മീതെ നിന്ന തള്ളപ്പക്ഷി ചിറക് വിരിച്ച് അതിന് കീഴെ വരുന്നു. ഈ അനുഭവം എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ചിതറിപ്പോകുമെന്ന് നിരൂപിച്ച ആ ലാസ്റ്റ് മൊമെന്റ് അവൻ അവിടെ ഓടിയെത്തി. യേശുവിന്റെ കരം അവിടെ വന്നു. നാം ഇന്ന് നിലനിൽക്കുന്നതിന്റെ കാരണം അതാ, വേറെ ഒന്നുമല്ല, വേറെ ഒന്നുമല്ല, വേറെ ഒന്നുമല്ല. നാം നിലനിൽക്കുന്നതിന് ഏക കാരണം അവൻ ആ സമയത്തോടി വന്ന് ചിറക് വിരിച്ചതുകൊണ്ടാണ്. സ്തോത്രം. അത് മാത്രമല്ല, ചിറക് വിരിച്ച് നമ്മെ അവൻ ചിറകിന്മേൽ എന്ത് ചെയ്തു? വഹിച്ചു. മാത്രമല്ല, വചനത്തിൽ എഴുതിയിരിക്കുന്ന അവൻ നമ്മെ നടത്തി. 5 കാര്യങ്ങളാണ് പറക്ക പഠിപ്പിക്കുന്ന പ്രോസസ്സിൽ. 5 കാര്യങ്ങളാണ്. വർണ്ണിക്കാൻ സമയമുണ്ടായിരുന്നെങ്കിൽ വർണ്ണിക്കാമായിരുന്നു. 1, കംഫർട്ട് സോണിൽ നിന്ന് പൊളിച്ചു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഓർത്തുക, നന്മയ്ക്ക് വേണ്ടിയാ. പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നെങ്കിൽ പേടിക്കേണ്ട. ഒരു ട്രാൻസ്ഫർ, ഒരു ഉന്നതിക്ക് വേണ്ടിയാ, ഒരു പ്രമോഷന് വേണ്ടിയാ പൊളിക്കുന്നത്. ഇരിക്കുന്നിടത്ത് നിന്ന് പൊളിച്ചെങ്കിൽ മാത്രമേ അടുത്തതിലേക്ക് നമുക്ക് കയറാൻ മനസ്സുണ്ടാകത്തുള്ളൂ. സ്തോത്രം. അത് മാത്രമല്ല, വീട് കൊണ്ടിരിക്കുന്ന അടുത്ത നിമിഷം വീട് തകരുമെന്ന് വിചാരിക്കുന്ന സമയത്ത് മുകളിൽ പറന്നു നിന്ന മൗനമായി പറന്നു വന്ന പക്ഷി നമുക്ക് കീഴെ ചിറക് വിരിച്ചു പറന്നു വന്ന നമ്മെ വഹിച്ചുകൊണ്ട് അവൻ നമ്മെ രക്ഷിച്ചു. മാത്രമല്ല, അവൻ നമ്മെ ഇന്ന് നടക്കുവാൻ പഠിപ്പിക്കുന്നു. ഈ നല്ല ദൈവത്തെ വിട്ടിട്ട് നമുക്ക് ഇവിടെ പോകാം. ഉറപ്പിനും ധൈര്യത്തിനും വേണ്ടി ഒരു കാര്യം പറയട്ടെ, ഈ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മെ കൈവിടത്തില്ല, അവൻ നമ്മെ കൈവിടത്തില്ല. യേശുവിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ട്. മൗനം പാലിക്കുമ്പോൾ അവൻ അരികിൽ തന്നെയുണ്ട്. ഒറ്റ കാര്യമേ അവന് കാണാൻ കൊതിച്ചുകൊണ്ട് അടുത്ത് നിൽപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വീഴ്ചയെക്കാട്ടിലും ഈ പ്രാവശ്യം പറന്നിറങ്ങുമ്പോൾ, വീണിറങ്ങുമ്പോൾ ചിറകടിച്ചുയരാൻ കാണാൻ കാത്തി
ചിറക് നീ ഒന്ന് വിരിച്ചു നോക്ക്. നിനക്ക് പറക്കാനുള്ള ശേഷിയുണ്ട്. ജയിക്കാനൊന്ന് ശ്രമം നടത്തി നോക്ക്. ജയിക്കാൻ അവൻ കൃപ പകരുന്നതേ ചെയ്യും. പേടിക്കേണ്ട, അവന്റെ കരം നമ്മോട് കൂടെ ഇരുന്ന് സഹായിക്കും. അവന്റെ കരം നമ്മോട് കൂടെ ഇരുന്ന് സഹായിക്കും. സ്തോത്രം. കഴുകിനെ കുറിച്ച് 5 കൂട്ട കാര്യങ്ങൾ കാണാൻ. ചിറക് വിരിച്ച്. ബാല്യക്കാർ ഇടറി വീഴും, യൗവനക്കാർ തളർന്നു പോകും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ അവർ കഴുകന്മാരെ പോലെ. ഇതിനെ കുറിച്ചൊരു വർണ്ണന എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം വന്ന ഏതോ ദൈവദാസന്മാര് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു വിഷയമാണ്. കാർമേഘങ്ങളെ കാണുമ്പോൾ കഴുകൻ എന്ത് ചെയ്യുമെന്നറിയാമോ? പൊതുശക്തി പ്രാപിച്ച കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? കാർമേഘങ്ങളിൽ കൂടെ കാർമേഘങ്ങളിൽ മുകളിൽ ചെല്ലുന്നത്രേ. കഴുകനെ പോലെ നമ്മെ ദൈവം ആഹ്വാനം ചെയ്യുക. ദൈവം കഴുകനെ പോലെ ചിറക് വിരിച്ച് നമ്മെ താങ്ങി കഴുകന്റെ ചില സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വേറെ പറഞ്ഞതുപോലെ കാർമേഘങ്ങൾക്കുള്ളിൽ കൂടെ കാർമേഘങ്ങൾക്കപ്പുറം പറന്നു ചെന്നാൽ പെയ്തിറങ്ങുന്ന മഴ തീരും വരെ അവിടെ നിന്നോ എങ്ങനെയോ പ്രതികൂലം മാറും വരെ പ്രതികൂലങ്ങൾക്ക് മുകളിൽ നിൽപ്പാൻ കഴുകന് ശക്തിയുണ്ട്. ഇത് കഴിയണമെങ്കിൽ പറക്ക പഠിപ്പിച്ച് പറ്റൂ എന്ന് ഉദയവനറിയാം. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ പറക്ക പഠിപ്പിച്ചേ പറ്റൂ എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് അവൻ പറക്ക പഠിപ്പിക്കാൻ കൂടുതലാക്കിയത്. ദൈവത്തെ സ്തുതിക്കാമോ? പ്രതികൂലങ്ങൾക്കപ്പുറമായി കാർമേഘപർവ്വതങ്ങൾക്കപ്പുറമായി പറന്നു നിന്നുകൊണ്ട് പെയ്തിറങ്ങുന്ന ന്യായവിധിയെയും പെയ്തിറങ്ങുന്ന വലിയ മഴയെയും നടുവിൽ നാം തകർന്നു പോകാതെ നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണും. എന്നാൽ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ അതേശാതെ സ്വർഗം അത് പരിപാലിക്കുന്നത് ചെയ്യും. ദൈവത്തിൽ അതുകൊണ്ടാണ് വായിക്കുന്നത്, നിന്റെ കണ്ണുകൊണ്ട് തന്നെ അത് കാണും. നിന്റെ കണ്ണുകൊണ്ട് തന്നെ ദുഷ്ടന് വരുന്നതും നിനക്ക് വരുന്നതും നീ കാണും. സ്തോത്രം. രണ്ടാമത്തെ വിഷയം ഇങ്ങനെ വായിക്കുന്നു. Exodus chapter 19 verses 4. Exodus chapter 19 verses 4. ദൈവം തന്റെ ചിറകിൻ കീഴിൽ വഹിക്കുന്നു. മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ദൈവം പറയുക, ഞാൻ മിസ്രയീമിനോട് ദൈവം മിസ്രയീമിനോട് ചെയ്തത് എന്താ? പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നേ 15-ാം അധ്യായം. ഫറവോന്റെ ഒരു ചിന്ത ഞാൻ മുമ്പ് എപ്പോഴും ഓർപ്പിച്ചത്. 9-ാം വാക്യം. അവന്റെ ആഗ്രഹമാ. ഫറവോന്റെ ആഗ്രഹം. അവൻ പറയുന്നത്, ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എന്റെ ആശ അവനാൽ പൂർത്തീകരിക്കപ്പെടും, ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. 5 കാര്യങ്ങൾ ഫറവോന്റെ ഉള്ളിൽ വന്നപ്പോൾ ഉടയവനായ ദൈവം പറഞ്ഞു, ശത്രുവേ, എന്റെ ജനത്തിനു മേൽ അത് നിനക്ക് സാധ്യമാകുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ദൈവം പറഞ്ഞു, നിന്നെ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ അവൻ കനാൻ വരെ കൂട്ടിക്കൊണ്ട് വന്നതിന്, ഈ വഴി വരെ കൂട്ടിക്കൊണ്ട് വന്നതിന്റെ പിന്നിൽ എന്റെ കരമ അല്ലെങ്കിൽ എന്റെ ചിറകാണ് നിന്നെ വഹിച്ചുകൊണ്ട് വന്നത്. എന്നാൽ അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളോട് ഞാൻ ചിലത് ചെയ്തു. അതെന്താണെന്ന് അറിയാമോ? ശത്രുവിന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ അറിഞ്ഞു. സ്തോത്രം. അവന്റെ ചിന്ത എന്താണെന്ന് അറിയാമോ? ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എന്റെ ആശ അവനാൽ പൂർത്തീകരിക്കപ്പെടും. അടുത്തത്, ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവനെ നിഗ്രഹിക്കും. 6 ചിന്ത അവന്റെ മനസ്സിൽ വന്നപ്പോൾ സ്വർഗ്ഗം പറഞ്ഞു, ഞാനത് അനുവദിക്കത്തില്ല. ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ നടുവിലേക്ക് വന്നു. ഒന്ന് ശ്രദ്ധിച്ച്, ചെങ്കടലിന് മുമ്പിൽ വന്നിരിക്കുക. ഇടതും വലത്തും മലകളാണെന്ന് ചരിത്രം പറയുന്നു. പുറകിൽ നോക്കുമ്പോൾ സൈന്യം.
ഒറ്റ വഴിയുള്ള മുമ്പിൽ ചെങ്കടൽ, പോകാനൊരു മാർഗമില്ല. ഇങ്ങനെ അറച്ചു നിൽക്കുമ്പോഴാ വചനം പറയുന്നു, ദൈവം തമ്പുരാൻ എന്റെ ഒരു ചിന്തയാ, ആ സമുദ്രത്തിന്റെ മുമ്പിലേക്ക് ഒന്ന് കുനിഞ്ഞു വന്നിട്ട് ഇങ്ങനെ ഒരു ശ്വാസം ഒന്ന് വലിച്ചു. വെള്ളം ചിറ പോലെ അവന്റെ ശ്വാസത്തിൽ നിന്നു. ശരിയാണോ? ശരിയാണോ? ആ ഭാഗം ഒന്ന് വായിച്ചു. നിന്റെ കാറ്റിനെ നീ ഊതിച്ചു, ആ. കടൽ അവരെ മൂടി, അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. വേറൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ കാറ്റിനാൽ നീ, അതെവിടെയത്? 8-ാം വാക്യം. അത് തന്നെ വായിച്ചാല് ദൈവം തമ്പുരാൻ ശത്രുവിന്റെ ഹൃദയത്തിനകത്ത് തന്റെ ജനത്തിന് വിരോധമായ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ ഒന്ന് ആ ചെങ്കടലിന് അടുത്തേക്ക് ഒന്ന് ചെന്നിട്ട് തന്റെ മൂക്കിലെ ശ്വാസം അകത്തോട്ടൊരു പിടിപിടിച്ചു. സ്തോത്രം. അങ്ങനെ പിടിച്ചപ്പം വചനം എന്താ പറയുന്നേ? വെള്ളം എങ്ങനെ വന്നു? ഒന്നിച്ചുകൂടി ചിറ പോലെ പൊങ്ങി. ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഒന്നാം തരം ഒരു ടാർ റോഡ് സ്വർഗം അവിടെ ചെയ്തു. സ്തോത്രം. ഇത് ചെയ്തിട്ട് ഞാൻ നിന്നെ ഇതുവരെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഞാൻ മറുഭാഗമുള്ളത് പറഞ്ഞോട്ടെ. പറവോനെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനമേ, നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ നിനക്ക് എന്നാ യോഗ്യത? ഒരു യോഗ്യതയുമില്ല. പക്ഷെ നിനക്ക് വേണ്ടി പലരെയും സംഹരിച്ചിട്ടാണല്ലോ ഇസ്രായേൽ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇസ്രായേലിന് പറയാനുള്ള ഒന്നേ ഉള്ളൂ, എന്തോ എനിക്കറിയില്ല, ദൈവത്തിന്റെ കരുണ. അപ്പൊ അതിനർത്ഥം ചിലരെ മാറ്റി വെച്ചിട്ടാ ഞങ്ങളെ ഇവിടെ കൊണ്ടുപോകും. ചിലരെ മുക്കിക്കളഞ്ഞിട്ടാ ദൈവം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്നത്. ചിലരുടെ അവസ്ഥകൾ ഒന്നുമില്ലാതെ ആക്കിക്കൊണ്ട ആ സ്ഥാനത്തേക്ക് ഞങ്ങളുടെ ദൈവം കൊണ്ടുപോകുന്നത്. പറയാൻ പറ്റുമോ? കർത്താവേ, അനേക വഴികളെ അടച്ചുകൊണ്ട് എനിക്ക് വേണ്ടി നീ വഴികളെ തുറന്നതാണ്. ചിലപ്പോ പറയും നമ്മള് പ്രോസ്പെരിറ്റി തിയോളജി. ഒന്നുമല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പുറമോട്ട് തിരിഞ്ഞു നോക്കിയാൽ പ്ലെയിനെ കയറാനുള്ള യോഗ്യത നമുക്കുണ്ടോ? പലപ്പോഴും പറയും നമ്മള് മിടുക്കലായിട്ട് അതൊക്കെ ചെയ്യുമ്പോ ഓർക്കും നമ്മളെന്തോ യോഗ്യത. സങ്കടപ്പെടാൻ വേണ്ടിയല്ല, ഒന്ന് ഉറയ്ക്കാൻ വേണ്ടിയാ പറഞ്ഞത്. സങ്കടപ്പെടുത്തുമല്ല. നമുക്കെന്തോ സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ സാധിച്ചത് അല്ല. ഒന്നുമല്ല, ഒന്നുമല്ലെന്നേ. സങ്കടപ്പെടുന്നത് ഉറയ്ക്കാൻ വേണ്ടിയും അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിച്ചു തരാൻ വേണ്ടിയാ പറയുന്നത്. സങ്കടപ്പെടുത്താനല്ല, തെറ്റിദ്ധരിക്കരുത്. ഒരു യോഗ്യതയില്ലാതെ സ്ഥാനത്ത് സ്വർഗത്തിൽ കരം പിടിച്ചോളാണെങ്കിൽ ഓർത്തോണം, അഹങ്കരിക്കരുത്, നിഗണിക്കരുത്. ഉടയവന്റെ കരുണയാണെന്ന് എപ്പോഴും ഓർക്കുക. ചിലരെ മാറ്റി വെച്ചിട്ട് സ്വർഗം നമുക്ക് വേണ്ടി ചെയ്യും. ചിലരെ ഒതുക്കി മാറ്റിയിട്ട് ദൈവത്തെ സേവിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗം ചെയ്തു. ഈ രാജ്യത്ത് വരാൻ അനേകം അപ്ലൈ ചെയ്തതാ. ഈ രാജ്യത്ത് വരാൻ ഒരുപാട് പേര് ശ്രമിച്ചതാ. അതുകൊണ്ട് എല്ലാ വഴികളും അടഞ്ഞു പോയപ്പോ ഒരു പ്രശ്നം കൂടാതെ വഴി തുറന്നു വന്നത് നമുക്ക് എന്താ അതിനകത്ത് യോഗ്യത പറയാനുള്ള യേശുവിന്റെ കരുണയെന്നല്ലാതെ. ഇസ്രായേലിൽ നിനക്കെന്താ പ്രത്യേകത? ഒന്നും എനിക്ക് പറയാനില്ല. എന്റെ യേശുവിന്റെ കരുണയെന്നല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. അറിയാം, ദൈവം തമ്പുരാൻ ചിറക് വിരിച്ച് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. യോഗ്യതയൊന്നുമില്ലേ, നിന്റെ കരുണയൊന്ന് മാത്രം. അടുത്തത് യോബിന്റെ പുസ്തകം 9-ാം വാക്യത്തിൽ കഴുകനെ കുറിച്ച് പറയുന്നു. അവൻ റാഞ്ചുന്നതാ. ദൂരെ നിന്ന് കണ്ടടുത്ത് വന്ന് റാഞ്ചുന്നതാണ് കഴുകൻ. ആ ഭാഗം വായിക്കാം. ദൂരത്ത് നിന്ന് ഉയരങ്ങളിൽ നിന്നുകൊണ്ട് ഇത് ഇരയെ കണ്ടുകൊണ്ട് അടുത്ത് വന്ന നിമിഷങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യുക? റാഞ്ചിക്കൊണ്ട് പോകുക. കഴുകനെ എടുത്ത് കാണിച്ചുകൊണ്ട് എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി ഒരു കാര്യം കാണിക്കുന്നത് ദീർഘ
ദീർഘവീക്ഷണമുള്ളവരായി ദിവസങ്ങളിൽ മാറി. ഞാൻ പറയാം, ദീർഘവീക്ഷണമുള്ളവരായി. ഇതിങ്ങനെ പോയാൽ നാളെ അതെന്തായി തീരുമെന്ന് ഒരു ദീർഘവീക്ഷണം ഉണ്ടാകട്ടെ. ഈ റൂട്ടിൽ ഇതിങ്ങനെ പോയാൽ ഇത് എവിടെ അവസാനിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള ദീർഘവീക്ഷണം ദൈവസഭയ്ക്ക് ഉണ്ടാകട്ടെ, കുടുംബങ്ങൾക്ക് ഉണ്ടാകട്ടെ, വ്യക്തികൾക്ക് ഉണ്ടാകട്ടെ. ഇസ്രായേലിലെ എന്താ പ്രത്യേകത? ഒരു പ്രത്യേകതയുമില്ല. പക്ഷെ ഒരു കാര്യം ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവമാണ് ഇവിടെ കൊണ്ടുവന്നത്. പലരുടെയും അവസ്ഥകളെ മാറ്റിയിട്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ എന്തോ ചെയ്തുകൊള്ളുക, ദീർഘവീക്ഷണമുള്ളവനായി ഞാൻ മാറാൻ തീരുമാനിക്കുന്നു. Jeremiah chapter 4 verses 13. Could somebody read that for me? Jeremiah chapter 4 verses 13. യിരെമ്യാവ് മേഘങ്ങളെ കയറി വരുന്നു, അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെയാകുന്നു, അവന്റെ കുതിരകൾ കഴുകകളെക്കാളും വേഗതയുള്ളവ. കുതിരകൾ കഴുകന്മാരെ കാട്ടിലും വേഗതയുള്ളവ. കഴുകനാണ് കുതിരയെക്കാട്ടിലും വേഗതയുള്ളത്. പക്ഷെ പ്രത്യേക ഒരു നാട്ടിലെ രാജാവിനെയും അവരുടെ കുതിരയെയും കാണിച്ചുകൊണ്ട് പറയാം, ആ കുതിരകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വേഗതയേറിയ കഴുകന്മാരെ കാട്ടിലും ആ കുതിരകൾക്ക് സ്പീഡുണ്ട്. എന്ന് പറഞ്ഞാൽ കഴുകന് കുതിരയേക്കാൾ വേഗത കുറവാണെന്നല്ല, ഈ പ്രത്യേക കുതിരയ്ക്ക് അത് അങ്ങനെയാണെന്ന് പറഞ്ഞു വരുന്നത്. അപ്പം ഏറ്റവും വേഗതയുള്ള ഒരു പക്ഷി ആരാ? സ്തോത്രം. ചില കാര്യങ്ങൾ തീരുമാനിച്ചത് തീരുമാന നിവർത്തീകരണത്തിലേക്ക് വരുവാൻ ഈ ദിവസങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ഒരു വേഗത ഉണ്ടാകട്ടെ. പ്രാർത്ഥനയിൽ കൂടെ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയുള്ള തീരുമാനങ്ങൾ നടത്തിയെടുക്കാൻ ഒരു വേഗത ഉണ്ടാകട്ടെ. സുവിശേഷീകരണത്തിന് വേണ്ടി ചിലരെ മനസ്സിൽ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് പറയട്ടെ, ചിലരുടെ മനസ്സിൽ ദൈവം തന്നിട്ടുണ്ട്. അതൊന്ന് സാധിച്ചെടുക്കാൻ ഒരു വേഗത ഉണ്ടാകട്ടെ. ദൈവം അത് ആഗ്രഹിക്കുന്നു. വേഗതയുള്ള പക്ഷിയായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒന്ന് ചിന്തിക്കുക, അനേക അവസ്ഥകൾ മാറ്റിക്കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നു. 2, അവൻ നമ്മെ വഹിച്ചു. നമ്മുടെ കംഫർട്ട് സോൺ അവൻ പൊളിച്ചതിന്റെ ഉദ്ദേശം പറക്ക പഠിപ്പിക്കാന്. അവിടെ ആയിരുന്നെങ്കിൽ നാം അവിടെ തന്നെ കുഴഞ്ഞ് എന്നേക്കുമായി വീട് പോകുമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് പൊളിച്ച് സ്വർഗ്ഗം നമ്മെ പറക്ക പഠിപ്പിക്കുക. ഇന്ന് അവന്റെ പാതയിൽ അവൻ നമ്മൾ എന്ത് ചെയ്യുക? നടത്തുക. നടക്കുന്ന വഴിയിൽ നമ്മൾ ഓർക്കണം, നമ്മൾ ആരായിരുന്നു, വല്ല യോഗ്യതയും ഇതിനുണ്ടോ, എന്താ യോഗ്യത പറയാനുള്ളതെന്ന് ഓർക്കണം. സ്തോത്രം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കണ്ടു. ആമേൻ. ദീർഘ വീക്ഷണമുള്ളവരായി മാറുക. 2, വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുക. ചെയ്യാൻ ദൈവം തന്നത് വേഗത്തിൽ ചെയ്യുക. നാളെ അവസരം കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടരുത്. ഇന്ന് ചെയ്തു തീർക്കാനുള്ളത് ഇന്ന് ചെയ്യാൻ മനസ്സുണ്ടാകട്ടെ. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ചു നിർത്താം. Jeremiah chapter 49 verses 16. കഴുകനെ പോലെ നീ കൂട് ഉയരത്തിൽ വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറക്കുമാറാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കഴുകൻ കൂട് വെക്കുന്നവരെ ഭൂമിയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിലും നമ്മെ ദൈവം ഇവിടെ ഇരുത്തിയിരിക്കുന്നത് സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതിന്റെ ഒരു വശം എന്താണെന്ന് അറിയാമോ? ഭൂമിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിലുള്ള തിരിച്ചറിയാൻ ഭാഗ്യം തന്നിരിക്കുന്നു. ഉയരത്തിലുള്ളത് കാണാൻ, തിരിച്ചറിയാൻ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് അവസരമുണ്ടായതുകൊണ്ടാണ്. ശരിയല്ലേ? അപ്പം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കഴുകന്റെ ചില പ്രവൃത്തികൾ. കഴുകനെ നമ്മൾ ആഗ്രഹിക്കാതെ, കാരണം നമ്മൾ പറയുന്നത് കഴുകനാകാൻ സൗന്ദര്യനാന്ന് പറഞ്ഞ് നമ്മളെ അതിനെ കുറിച്ച് നന്നായിട്ട് പറയത്തില്ല. എന്നാൽ കഴുകനെ എടുത്തുകൊണ്ട് കാണിച്ചുകൊണ്ട് തന്നെ ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ ഇതിനെ കുറിച്ച് നല്ലത് ചിലത് നമുക്ക് പഠിക്കണം. എന്താണെന്ന് അറിയാമോ? അതിലൊന്നാമത് ഉയരത്തിലത് കൂട് വെക്കുന്നു. ഈ യെരുശലേം ദേവാലയത്തിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചപ്പോഴേ, യെരുശലേം ദേവാലയം അതിന്റെ ഒരു മതിലുണ്ട്. അതിന്റെ മതില് എല്ലാ മതിലുകളും ഈവൻ
അതിപരിശുദ്ധ സ്ഥലത്തിന്റെ ആ ഭാഗം, ആ മതിലുണ്ടല്ലോ, ഇതിന്റെ ഉൾവശം ദൈവമഹത്വം കണ്ടുകൊണ്ടിരിക്കുക, പുറഭാഗം അതേ കല്ല് ലോകം കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതേ കല്ല്, ഈ കല്ലിന്റെ അകംഭാഗം ഒറ്റ കല്ല് തന്നെ ദൈവമഹത്വം കാണുക, അതേ കല്ലിന്റെ മറുഭാഗം ലോകം കാണുക. ഞാൻ ഓർത്തപ്പോയ ദൈവത്തെ നന്ദിയോട് സ്തുതിച്ചു. ഭൂമിയിൽ ദൈവം നമ്മെ രക്ഷിക്കപ്പെട്ട് ഭൂമിയിലാണ് ജീവിക്കുന്നത്, ശരിയാ. പക്ഷെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേത് കാണാൻ, തിരിച്ചറിയാൻ, ആ തിരിച്ചറിവ് കൊണ്ടാ ഭൂമിയിൽ നമ്മൾ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്നത്, അല്ലേ? പ്രത്യാശയുള്ള ഒരു നാട്ടിലേക്ക് നാം പോകാതിരിക്കുകയാണെന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് കഷ്ടത വലിയ സന്തോഷത്തോടെ അങ്ങ് സഹിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഒരല്പകാലം കൂടെ കഴിയുമ്പം ഇവിടെ നിന്ന് എനിക്കൊരു ട്രാൻസ്ഫർ ഉണ്ട്. ഒരല്പകാലം കൂടെ കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നമുക്കൊരു ട്രാൻസ്ഫർ ഉണ്ടെന്നുള്ള ചിന്ത സന്തോഷത്തോടെ കാണുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ഒരു കല്ലിന്റെ ഉൾഭാഗം ദൈവതേജസ് കാണുകയും അപ്പോൾ തന്നെ അതേ കല്ലിന്റെ പുറംഭാഗം ലോകം കാണുകയും ചെയ്യുന്നത് കൊണ്ട്, ഉൾഭാഗം ദൈവമഹത്വം കാണുന്നത് കൊണ്ട് പുറംഭാഗം എങ്ങനെ കാണേണ്ടി വന്നാലും, വെയിലടിച്ചാലും കാറ്റടിച്ചാലും മഞ്ഞ് കൊണ്ടാലും പേടിക്കത്തില്ല. കാരണം ഇതിനൊരു പ്രത്യാശയുണ്ട്. ഞാൻ മഹത്വം കാണാനായി വിളിക്കപ്പെട്ട എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസ്വരം, ഒരു നിമിഷം കണ്ണുകൾ ദൈവസ്വരം. മഹത്വം കാണാനായി വിളിക്കപ്പെട്ട ദൈവപൈതലേ, ഭയപ്പെടേണ്ട കേട്ടോ, ഭയപ്പെടേണ്ട. അവൻ നമ്മെ തളർന്നു പോകാൻ അനുവദിക്കത്തില്ല, തളർന്നു പോകുവാൻ അനുവദിക്കത്തില്ല, ക്ഷീണിച്ചു പോകുവാൻ അനുവദിക്കത്തില്ല. ഉള്ളിന്റെ ഉള്ളിൽ പറ, കർത്താവേ, ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോഴും നീ എന്നെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കാൻ സ്തോത്രമെന്ന് പറഞ്ഞ ദേവാലയത്തിന്റെ അകക്കല്ലുകൾ ഒരേ കല്ല് തന്നെ, അതിന്റെ അകഭാഗം ദൈവദർശനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പുറം ലോകം കാണുന്നതായ അതേ കല്ലിന്റെ മറുഭാഗമുണ്ട്. പേടിക്കേണ്ട, പേടിക്കേണ്ട. ഒരു ദിവസം ആ ദൈവ മഹത്വം അവൻ